പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യാത്ര അങ്ങനെ പുതുയുഗ യാത്ര അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെത്തിയിരിക്കുന്നു. കാസർഗോഡ് നിന്നും ആരംഭിച്ച ആ യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാകും? പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് UDFും LDFും തമ്മിലുള്ള ആ ഒരു അന്തരമാണ്. LDF ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, CPMും ശിഥിലമാകുന്നു, പലയിടത്തും വിമതരുടെ യോഗങ്ങൾ തകൃതിയെ നടക്കുന്നു. CPMനുള്ളിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണമെന്ന് ജില്ലാ കമ്മിറ്റികളുടെയൊക്കെ നാമനിർദ്ദേശ പട്ടിക വെച്ച് അതത് മണ്ഡലങ്ങളിൽ CPMിലെ നിരവധി പേർ വിമതരായി മാറിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേർ CPM വിട്ടുപോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഈ യാത്ര കടന്നുപോയ ഈ CPM ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ UDF കൂടുതൽ ശക്തമായി തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് യാത്രയിലുടനീളം വ്യക്തമായി മനസ്സിലാക്കാനായത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. യാത്ര വൻ വിജയമായിരുന്നു എന്ന് വി ഡി സതീശൻ പറയുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് യാത്ര വളരെ സജീവമായിരുന്നു എന്നും സതീശൻ എടുത്തു പറയുന്ന കാര്യമായി പറയുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം പറയുന്നത് UDFിൻ്റെ ആരോഗ്യ വിഷൻ, അതുപോലെ വിദ്യാഭ്യാസ വിഷൻ, അങ്ങനെ ഓരോ വിഷനും ക്രോഡീകരിച്ച് ഈ പൗരപ്രമുഖർ അല്ല ചർച്ച നടത്തിയത്, ഓരോ വിഭാഗത്തിലെയും എടുത്തു പറയത്തക്ക പ്രതിനിധികളുമായി താൻ ദിവസവും നടത്തിയ ചർച്ചകളിലുണ്ടായ ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ച് UDFിൻ്റെ മാനിഫെസ്റ്റോ, UDF സർക്കാരിൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ അത് ഫലപ്രദമായി വിനിയോഗിക്കുമെന്നും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം വി ഡി സതീശൻ പറയുന്നത് കടുത്ത ആരോപണമാണ്. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള UDF സർക്കാരിൻ്റെ ചില കോട്ടങ്ങളെ എടുത്ത് വളച്ചൊടിച്ച് സർക്കാർ ചിലവിൽ ചില പത്രങ്ങൾക്ക് പരസ്യം നൽകിയത് അത് ഹീനമായ പ്രവൃത്തിയാണ്, ഹീനമായ പ്രചാരണ പ്രവർത്തനമാണെന്ന് സതീശൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന് കൂട്ടുനിന്ന സർക്കാർ വകുപ്പായ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകും. അവർ ഇതിന് ഒത്താശ ചെയ്തവർ സമാധാനം പറയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അതൊരു മുന്നറിയിപ്പ് തന്നെയാണ് സതീശനത്. എന്താണ് കാര്യം? ചില പത്രങ്ങൾ സർക്കാരിൻ്റെ ഈ പ്രചരണ പരസ്യം സ്വീകരിച്ചു. ഒരു പേജ് മുഴുവൻ UDFിൻ്റെ 10 വർഷം മുമ്പത്തെ കോട്ടങ്ങൾ നിരത്തിയിരിക്കുന്നു. അടുത്ത പേജിൽ LDF സർക്കാരിൻ്റെ 10 വർഷത്തെ നേട്ടങ്ങൾ നിരത്തിയിരിക്കുന്നു. ഇത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വാർത്തയാണെന്ന് തോന്നുള്ളൂ, പരസ്യമാണെന്ന് തോന്നില്ല. ഇത് അഡ്വർടൈസ്മെൻറ്റ് നിയമങ്ങൾക്ക് കടകവിരുദ്ധമാണെന്നും ഇതിനെതിരെ നിയമപരവും രാഷ്ട്രീയപരവുമായ നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില പത്രങ്ങൾ സർക്കാരിൻ്റെ പണം പരസ്യമല്ലാതെ വാങ്ങുന്നു എന്ന ഗുരുതരമായ ആരോപണവും വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ ചില പത്രങ്ങൾ ഈ പരസ്യം, സർക്കാരിൻ്റെ ഈ ഏകപക്ഷീയമായ പരസ്യം തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് നിരാകരിച്ചു. അത്തരം പത്രങ്ങളെ, മാധ്യമങ്ങളെ വി ഡി സതീശൻ അഭിനന്ദിക്കുകയും ചെയ്തു. ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ഇങ്ങനെ PRD ഉദ്യോഗസ്ഥർ ചില പത്രങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വാർത്തയാക്കാൻ കൊടുത്തത്. ഈ പ്രചരണ പ്രവർത്തനങ്ങൾ വന്ന ആ പത്രങ്ങളുടെ ഫോണ്ട് ദേശാഭിമാനിയുടെ ഫോണ്ടാണെന്നും അത് ഈ മാറ്റർ പ്രിൻ്റ് ചെയ്തത് ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രസിൽ വച്ചാണെന്ന് വ്യക്തമായതായി വി ഡി സതീശൻ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടി പത്രം ഉപയോഗിച്ച്, സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കടുത്ത പ്രചരണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന LDF സർക്കാർ. അത് ഹീനമായ നടപടിയാണ്. ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്ന മുന്നറിയിപ്പ് വി ഡി സതീശൻ നൽകിയിട്ടുണ്ട്. സർക്കാർ എന്തൊക്കെ പ്രചരണം നടത്തിയാലും സത്യമല്ലാതെ മാറുന്നില്ലെന്നും ജനങ്ങൾ മൊത്തത്തിൽ UDFിൻ്റെ ഈ പുതിയ യാത്രയെ 2 കൈനീട്ടി സ്വീകരിച്ചത് വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു അലയൊലിയാണെന്നും സതീശൻ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വി ഡി സതീശൻ്റെ പുതിയ യാത്ര സമാപിച്ചിരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ യാത്രയുടെ സമാപന മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. സർക്കാരിനെതിരായ രാഷ്ട്രീയ വിമർശനങ്ങൾ യാത്രയിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് സതീശൻ പറയുന്നു. അതിനൊപ്പം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതർ മുതൽ കർഷക തൊഴിലാളികൾ വരെയുള്ള യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അതടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരാതികളൊക്കെ കേട്ടറിഞ്ഞ് താൻ തികച്ചും ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് തന്നെയാണ് ഈ യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നും സതീശൻ പറയുന്നു. പുതിയൊരു കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള, പുതിയൊരു കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ജനത്തിന് നൽകിക്കൊണ്ടുള്ളൊരു യാത്രയാകണം ഇതെന്നും ആ ആഗ്രഹം സഫലീകരിച്ചെന്ന ചാരിതാർത്ഥ്യം തനിക്കുണ്ടെന്നും വി ഡി സതീശൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്.